ഹലോ സ്റ്റുഡൻസ്, അടുത്തായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻസിൽ പഠിക്കാനായിട്ടുള്ളത് മണി മാർക്കറ്റാണ്. പേജ് നമ്പർ 28 കിടപ്പുണ്ട്. മണി മാർക്കറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. മണി മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ഫണ്ട്സാണ്. അതുകൊണ്ട് തന്നെ മണി മാർക്കറ്റ് ഡീല് ചെയ്യുന്നത് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റുകളും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. മെയിനായിട്ടും ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണുള്ളത്. ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്പനികളൊക്കെയാണ് മെയിനായിട്ട് ഇവിടുത്തെ ഡീലേഴ്സ് അല്ലെങ്കിൽ ലെൻഡിങ് ആൻഡ് ബോറോയിങ് നടത്തുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻറ്റ്സ് ഈ ഇൻസ്ട്രുമെൻറ്റ്സിനെ നമ്മൾ വിളിക്കാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഈസിലി കൺവേർട്ടഡ് ടു ക്യാഷാണ്. പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലിക്വിഡിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം ദിവസങ്ങളാവാം, അതല്ലാന്നുണ്ടെങ്കിൽ മാസങ്ങളാവാം. എന്തായാലും 1 ഇയറിൽ താഴെ കാലാവധിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും മണി മാർക്കറ്റിൽ ട്രാൻസാക്റ്റ് ചെയ്യുന്നത്. മണി മാർക്കറ്റിലെ മേജർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ട്, ഗവൺമെൻറ്, ബിഗ് കോർപ്പറേറ്റ് ഹൗസസ് എന്നിവയൊക്കെയാണ്. ഇവരുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഫണ്ടിന് ഷോർട്ട് ടൈം പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് സർപ്ലസ് ഫണ്ട് കയ്യിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ആയിട്ട് കാശിന് ആവശ്യമുള്ള ആൾക്കാർക്ക് ലെൻഡ് ചെയ്യും. അതേപോലെ സേവിങ്സ് കയ്യിലുള്ള ആൾക്കാർക്ക് അത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഹെഡിങ് മണി മാർക്കറ്റിൻ്റെ കൺസെപ്റ്റാണ്. മണി മാർക്കറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസറ്റ് ദാറ്റ് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മണി ആൻഡ് ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് മണി ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അതായത് ക്യാഷിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ക്യാഷിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസറ്റുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിലുള്ളൊരു മണി മാർക്കറ്റ് ഉള്ള ഒരു സൊസൈറ്റീനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു എക്കോണമീനെ സംബന്ധിച്ച് അവിടെ ഷോർട്ട് ടൈം ഫണ്ടിൻ്റെ ഒരു റെഗുലർ സോഴ്സാണ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ RBIക്കൊക്കെ അവരുടെ മോണിറ്ററി പോളിസി നടപ്പാക്കാനായിട്ടും ലിക്വിഡിറ്റിയുടെ ആക്ഷൻസൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് മാനേജ് ചെയ്യാനെല്ലാം ഈ ഒരു മണി മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഹെഡിങ്ങാണ് ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ്. ഫസ്റ്റ് വൺ, മണി മാർക്കറ്റ് ഹാസ് നോ ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻസ്. അതിന് ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഭൂശാസ്ത്രപരമായിട്ട് അതിന് ലിമിറ്റേഷൻസ്, കൺസ്ട്രെയിൻസ് ഒന്നുമില്ല, പരിധിയൊന്നുമില്ല. അതായത് നമുക്ക് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ ശരിക്കും ജോഗ്രഫിക്കൽ ലൊക്കേഷനുണ്ട്. പക്ഷേ ഈ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ജോഗ്രഫിക്കലായിട്ടുള്ള ലൊക്കേഷൻസോ കൺസ്ട്രെയിൻസോ ഒന്നുമില്ല. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരുപാട് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന, ഒരുപാട് പരന്ന് കിടക്കുന്ന, ഒത്തിരി വൈഡായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. രണ്ടാമത്തത്, ഇറ്റ് ഈസ് എ ഹോൾസെയിൽ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഷോർട്ട് ടൈം ആയിട്ടുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ്. നമുക്ക് മൊത്ത കച്ചവടം, ബൾക്കായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. തേർഡ് വൺ, ഇറ്റ് റിലേറ്റ് ടു ഓൾ ഡീലിങ്സ് ഇൻ മണി ഓർ മണീസ് വർത്ത് മോണിറ്ററി അസറ്റ്. ഒന്നെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന അസറ്റുകളുമായിട്ടാണ് ഈ ഒരു മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് എ മാർക്കറ്റ് പ്യുവർലി ഫോർ ഷോർട്ട് ടൈം ഫണ്ട്. ഷോർട്ട് ടൈം ഫണ്ടുകൾ മാത്രമേ ഈ ഒരു മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നുള്ളൂ. അതായത് 1 ഇയറിൽ താഴെ കാലാവധിയുള്ള ഇൻസ്ട്രുമെൻസും മാത്രം. ഫിഫ്ത്ത് വൺ, ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ഹോമോജീനിയസ് മാർക്കറ്റ്. ഈ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ കുറേ സബ്സിഡിയറി മാർക്കറ്റിലെ സബ് മാർക്കറ്റുകളുണ്ട്. കോൾ മണി മാർക്കറ്റ്, ബിൽ മാർക്കറ്റ് എന്നും പറഞ്ഞിട്ട് പല സബ് മാർക്കറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സിംഗിൾ ഹോമോജീനിയസ് മാർക്കറ്റ് അല്ല. സിക്സ്ത് വൺ, മണി മാർക്കറ്റ് എസ്റ്റാബ്ലിഷസ് എ ലിങ്ക് ബിറ്റ്വീൻ RBI ആൻഡ് ബാങ്ക്സ് ആൻഡ് പ്രൊവൈഡ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി ആൻഡ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. മോണിറ്ററി പോളിസി നടപ്പാക്കുന്നതിനും ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് RBIയും മറ്റു ബാങ്കുകളൊക്കെ ആയിട്ട് ഈ മണി മാർക്കറ്റിനൊരു നല്ല ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. സെവൻത് വൺ, നോ ഫിക്സഡ് പ്ലേസ് ഫോർ കണ്ടക്ട് ഓഫ് ഓപ്പറേഷൻസ്. ട്രാൻസാക്ഷൻ ക്യാൻ ബി കണ്ടക്റ്റഡ് ഈവൻ ഓവർ ദ ഫോൺ. അപ്പോൾ ഈ ഒരു മണി മാർക്കറ്റിലെ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേസോ ഒരു പ്രത്യേക സ്പോട്ടോ ഒന്നുമില്ല. നമുക്ക് ഈവൻ ഫോൺ വഴി വേണമെന്നുണ്ടെങ്കിൽ പോലും മണി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും. എയ്ത്ത് വൺ, ട്രാൻസാക്ഷൻ ക്യാൻ ബി കണ്ടക്റ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ബ്രോക്കേഴ്സ്. മണി മാർക്കറ്റിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി ബ്രോക്കേഴ്സിൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ട എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിലും ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നയൻത്ത് വൺ,
വെറൈറ്റി ഓഫ് ഷോർട്ട് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വിത്ത് മെച്യൂരിറ്റി പീരിയഡ് ലെസ് ദാൻ 1 ഇയർ ആർ ട്രേഡഡ് ഇൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതെല്ലാം ഷോർട്ട് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളാണ്. എല്ലാത്തിൻ്റെയും മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് 1 ഇയറിലും താഴെ നിൽക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഹെഡിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മണി മാർക്കറ്റ്. നമുക്ക് 3 ഒബ്ജക്റ്റ്സാണ് മണി മാർക്കറ്റിൻ്റെ തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് പാർക്കിംഗ് പ്ലേസ് ഫോർ ടെമ്പററി എംപ്ലോയ്മെൻറ്റ് ഓഫ് സർപ്ലസ് ഫണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന സർപ്ലസ്, അതായത് അധികമായിട്ട് ഇരിക്കുന്ന ഫണ്ട് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് പ്ലേസാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പ്രൊവൈഡിങ് ഫെസിലിറ്റി ടു ഓവർകം ഷോർട്ട് ടൈം ഡെഫിസിറ്റ്. നമുക്ക് ഷോർട്ട് ടൈം ആയിട്ട് കയ്യിൽ ഇച്ചിരി ക്യാഷിൻ്റെ കുറവുണ്ട്, അതായത് ഡെഫിസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് മണി മാർക്കറ്റിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് വൺ എനേബിളിംഗ് ദ സെൻട്രൽ ബാങ്ക് ടു ഇൻഫ്ലുവൻസ് ആൻഡ് റെഗുലേറ്റ് ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ എക്കോണമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ RBIക്ക് സെൻട്രൽ ബാങ്കിന് ഇടപെടാൻ വേണ്ടിയിട്ട്, ഇടപെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിനെയും ലിക്വിഡിറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ സെൻട്രൽ ബാങ്കിന് ഇടപെടാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു മണി മാർക്കറ്റ് വഴിയാണ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. എല്ലാം തന്നെ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. 1 ഇയർ താഴെ കാലാവധിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓരോ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെയും മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 1 വർഷം വരെ കാലാവധിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ഒരു മണി മാർക്കറ്റിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ ബിൽസ്, കോൾ മണി, പർച്ചേസ് എഗ്രിമെൻറ്റ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന സബ് മാർക്കറ്റ് ഓഫ് മണി മാർക്കറ്റ് എന്നാണ്. അതിൻ്റെ അകത്ത് കോൾ മണി മാർക്കറ്റ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, ഡിസ്കൗണ്ട് മാർക്കറ്റ്, അക്സെപ്റ്റൻസ് മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് മാർക്കറ്റ്, അങ്ങനെ കുറേ മാർക്കറ്റുകളുണ്ട്. എല്ലാ മാർക്കറ്റുകളെയും കൂടെ, എല്ലാ സബ് മാർക്കറ്റുകളുടെയും എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചല്ലേ കളക്റ്റീവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്ഷ്യൽ പേപ്പർ അല്ലെങ്കിൽ CP. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്ന ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. അത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫിക്സഡ് മെച്യൂരിറ്റിയോട് കൂടിയാണ്. RBI അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. 1990 ഇന്ത്യയിൽ ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 7 ദിവസം മുതൽ 1 വർഷം വരെയാണ് വരുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റ് നെഗോഷ്യബിളാണ്. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കത് എൻഡോഴ്സ് ചെയ്ത് ഡെലിവറി ചെയ്ത്, അതായത് ഒപ്പിട്ട് കൈമാറ്റം ചെയ്തുകൊണ്ട് നമുക്കതിനെ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സാധാരണ ഫേസ് വാല്യൂവിനേക്കാളും ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ് വാല്യൂ 10 രൂപയാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 8 രൂപയ്ക്കോ 9 രൂപയ്ക്കൊക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള കമ്പനികളാണ്. അവർക്ക് ഷോർട്ട് ടൈം ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് വർത്തി എന്നല്ല, ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള, അതായത് കടം വീട്ടാൻ കഴിവുള്ള ഇത്തിരി സൽപ്പേരൊക്കെയുള്ള കമ്പനികളാണ് സാധാരണ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് അവർ ഇതുവഴി റേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കമ്പനികളുടെ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കൊക്കെ സാങ്ഷൻ ചെയ്തിരിക്കുന്ന ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റുണ്ട്. അതിനേക്കാൾ കൂടിയ ടോട്ടൽ എമൗണ്ടിന് ഒരിക്കലും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അതുകൂടാതെ അഡീഷണലായിട്ട് ഹൈലി റേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റുകൾക്ക് ക്രിസിൽ P2 ഓർ ഈക്വലൻ്റ് റേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ കമ്പനികളുടെ ക്രെഡിറ്റ് വർത്തിനെസ് മെഷർ ചെയ്യാനായിട്ട് അവരെ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഗ്രേഡിംഗ് പ്രകാരം P2 ഗ്രേഡോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റോ ആയിട്ടുള്ള ഗ്രേഡുള്ള ഹൈലി റേറ്റഡ് കമ്പനികൾക്കും പ്രൈമറി ഡീലേഴ്സിനും ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇതേപോലെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഷോർട്ട് ടൈം ഫിനാൻസ് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം സൈസ് എന്ന് പറയുന്നത് 5 lakh ആണ്. 5 lakhും അതിൻ്റെ മൾട്ടിപ്പിൾസുമാണ് സാധാരണ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്.
കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് സാധാരണ ഇഷ്യൂ ചെയ്യുന്ന മാനുഫാക്ചറിങ് കമ്പനികൾ, ലീസിങ് ആൻഡ് ഫിനാൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരൊക്കെയാണ് മെയിനായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ. കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 4 കോടിയോ അതിൽ കൂടുതലോ ആയിരിക്കണം. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന വ്യക്തികൾക്കോ ബാങ്കുകൾക്കോ കോർപ്പറേറ്റുകൾക്കോ നോൺ കോർപ്പറേറ്റുകൾക്കോ NRIകൾക്കോ FII അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാലും മെയിനായിട്ട് കൊമേഴ്ഷ്യൽ പേപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. അടുത്തത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നതിന് ട്രാൻസാക്ഷൻ നടത്തുന്നതിനും വേണ്ടിയിട്ട് ഒത്തിരി ഫോർമാലിറ്റീസോ ഡോക്യുമെൻറ്റേഷൻസോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ടും ട്രാൻസാക്റ്റ് ചെയ്യാനായിട്ടും പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അടുത്തത് ഇതൊരു ഫ്ലെക്സിബിൾ ഇൻസ്ട്രുമെൻ്റാണ്. അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യമേ തന്നെ പറഞ്ഞത് 7 ദിവസം മുതൽ 1 വർഷം വരെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു മെച്യൂരിറ്റി പീരീഡ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് കോർപ്പറേറ്റ് വിത്ത് ഡയറക്റ്റ് ആൻഡ് ക്വിക്ക് ആക്സസ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. കോർപ്പറേറ്റുകൾക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഡയറക്റ്റ് പേപ്പർ എന്നും വിളിക്കുന്നുണ്ട്. ഫോർത്ത് വൺ, കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് ആൻ അട്രാക്റ്റീവ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ബിക്കോസ് ഓഫ് ലോ കോസ്റ്റ്. ചിലവ് കുറവായതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് അധികം ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അട്രാക്റ്റീവ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഫിഫ്ത്ത് വൺ, ഇറ്റ് അഷ്യൂർസ് ഹൈ റിട്ടേൺ ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ അകത്തുനിന്ന് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ സാധാരണ മേടിക്കുന്ന എല്ലാവരും തന്നെ അത് മെച്യൂരിറ്റി പീരീഡ് വരെ കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ പേപ്പറിന് എത്ര ആക്റ്റീവായിട്ടുള്ള സെക്കൻഡറി മാർക്കറ്റില്ല, അധികം ആൾക്കാരത് വിൽക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡറി മാർക്കറ്റ് വളരെ കുറവാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മണി മാർക്കറ്റിലെ രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ CD എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ്. ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ, അതായത് ഡിജിറ്റൽ ഫോമിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നമ്മൾ ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന, അതായത് സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് വേണ്ടി നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതേപോലെ തന്നെ ഒരു ബിയറർ സർട്ടിഫിക്കറ്റാണ്. ബിയറർ എന്ന് പറഞ്ഞാൽ കൈവശം വെച്ചിരിക്കുന്ന ആളാണ് അതിൻ്റെ ഉടമ എന്ന് പറയുന്നത്. കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ അത് ഇരിക്കുന്നു, അയാളായിരിക്കും അതിൻ്റെ ഉടമ. അതുകൊണ്ടാണ് അതിനെ ബിയറർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഇത് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്. വ്യക്തികളോ കമ്പനികളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കീപ്പ് ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്റിൻ്റെ പുറത്താണ് ഇവർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബാങ്കുകളിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാറില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമല്ലേ, ഡെപ്പോസിറ്റ് റിസിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമായിട്ടുള്ളൊരു വ്യത്യാസം. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ബാങ്കിലിടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റിസിപ്റ്റ് നമുക്ക് ഒരിക്കലും കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നെഗോഷ്യബിളാണ്, കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1989. അടുത്തതിൻ്റെ ട്രാൻസാക്ഷനാണ് പറഞ്ഞേക്കുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിക്ക് ആ ഒരു മെച്യൂരിറ്റി പീരീഡ് വരെയുള്ള കാലയളവിൽ സ്പെസിഫിക് എമൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൂടാതെ മെച്യൂരിറ്റി ഡേറ്റ് ആയി കഴിയുമ്പോൾ ഇയാൾ കൊടുത്ത പർച്ചേസ് പ്രൈസ് തിരിച്ചും കിട്ടും. അതായത് ഇൻട്രസ്റ്റും പർച്ചേസ് പ്രൈസും ഇയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ്. ഈ കാലത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ അളവിൽ വിറ്റഴിക്കുന്ന അല്ലെങ്കിൽ റീസോൾഡ് ചെയ്തു പോകുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഹൈലി ലിക്വിഡ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഡിമാൻഡ് കൂടുതലാണ്. ഇത് പർച്ചേസ് ചെയ്യുന്ന വ്യക്തി അത് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് തന്നെ കൈവശം വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇയാൾക്കത് സെക്കൻഡറി മാർക്കറ്റിൽ റീസോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകളും RBI പെർമിറ്റ് ചെയ്തിരിക്കുന്ന ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ്. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 7 ദിവസം മുതൽ 1 വർഷം വരെ ആയിരിക്കും.
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂ ചെയ്യുന്ന സീഡുകൾക്ക് 1 വർഷം മുതൽ 3 വർഷം വരെ കാലാവധി വരാറുണ്ട്. 1 ലക്ഷമോ അതിൻ്റെ മൾട്ടിപ്പിൾസോ ആയിട്ടാണ് സാധാരണ സീഡിയുടെ ഡിനോമിനേഷൻസ് വരാറ്. ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഡിജിറ്റൽ ഫോമിലാണ്, പേപ്പർ ഫോമിലല്ല, ഡിജിറ്റൽ ഫോമിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് മോസ്റ്റ് കൺവീനിയൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് ഡെപ്പോസിറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റോട് കൂടി ഒരു സർപ്ലസ് എമൗണ്ട് അവിടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഹയർ റിട്ടേൺ അവർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. രണ്ടാമത്തത്, മാക്സിമം ലിക്വിഡിറ്റി ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്. നമുക്ക് അത് എൻഡോഴ്സ് ചെയ്ത് ഡെലിവറി ചെയ്ത് അതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. ബാങ്കുകളെ സംബന്ധിച്ച് ഷോർട്ട് ടൈം സർപ്ലസ് ഫണ്ട് കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും ഐഡിയലായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മേടിക്കുന്ന ആൾക്കാരും സാധാരണ മെച്യൂരിറ്റി ഡേറ്റ് വരെ കൈവശം വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ടുള്ള സെക്കൻഡറി മാർക്കറ്റ് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിനും അത്ര അവൈലബിൾ അല്ല. എല്ലാവരും തന്നെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ വിറ്റഴിക്കാൻ നല്ല ഡിമാൻഡ് ഉള്ളതാണ്. പക്ഷേ കൂടുതൽ ആൾക്കാരും അത് മെച്യൂരിറ്റി പീരീഡ് വരെ കൈവശം വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ്. ഓക്കെ, ഇത്തരം നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. താങ്ക് യു.